അടുത്ത 24 ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെയും ആൾക്കൂട്ടത്തിന്റെയും ക്രൂരമർദ്ദനം. ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ സഹായം തേടി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ നിന്നും മർദ്ദനമേറ്റു. വിവസ്ത്രരാക്കുകയും ബൂട്ടിട്ട് ചവിട്ടുകയും മുഖത്തടിക്കുകയും ചെയ്തു. ഹിന്ദി സംസാരിക്കാൻ ആവശ്യപ്പെട്ട് തല്ലിയെന്ന് വിദ്യാർത്ഥികളായ സുദിനും അശ്വന്തും പറയുന്നു. അവരുടെ പ്രതികരണം കേൾക്കാം ആദ്യം. ഞങ്ങളൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ASI സത്യപ്രകാശ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അയാൾ എന്നെ വളരെ ബ്രൂട്ടലായിട്ട്, ഞങ്ങളെ 2.5 മണിക്കൂർ ആ സ്റ്റേഷനിൽ വെച്ച് ബ്രൂട്ടലായിട്ട് മർദ്ദിച്ചു. എൻ്റെ മുഖത്ത് 17 തവണയാണ് എൻ്റെ മുഖത്തടിച്ചത്. ഫൈബർ സ്റ്റിക്ക് കൊണ്ട് ക്രൂരമായിട്ട് ഞങ്ങളെ മർദ്ദിച്ചു. മലയാളം സംസാരിച്ചതിൻ്റെ പേരിൽ മർദ്ദിച്ചു. ഹിന്ദി സംസാരിക്കാത്തതിൻ്റെ പേരിൽ മർദ്ദിച്ചു. എന്നെ മർദ്ദിച്ചു. നമ്മൊരു ഔട്ട് സ്റ്റേഷൻ സ്റ്റുഡൻസ് അവർ മനസ്സിലാക്കിയോണ്ട് ആണെന്ന് തോന്നുന്നു നമ്മൾ അധികം മർദ്ദിച്ചത്. നമ്മ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മിക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്, സാക്കിർ ഹുസൈൻ കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പോഴും നമ്മളെ ബൂട്ടുകൊണ്ട് മറ്റേ ഫൈബർ ലാത്തിയോണ്ട് മർദ്ദിച്ചു. പിന്നെ നമ്മൾ കുറ്റം ഏൽക്കാൻ വേണ്ടി ഒരുപാട് മർദ്ദിച്ചു. വിനീത വിജയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. വിനീതയുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനീത, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി MP ശിവദാസൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം മന്ത്രി അമിത് ഷായ്ക്ക് കത്തയച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അത് നടപടി ആവശ്യപ്പെട്ടാണ് എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ മൊബൈൽ ഫോൺ മോഷണം ആരോപിച്ചാണോ ആൾക്കൂട്ട മർദ്ദനം ആദ്യം ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായത്? അതിനുശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ നേരിട്ട അതിക്രൂര മർദ്ദനത്തെക്കുറിച്ചുമാണല്ലോ പറയുന്നത്. സംഭവിച്ചത് എന്താണ് വിനീത? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ MP ശിവദാസൻ MP ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം അമിത്ഷായ്ക്ക് കത്ത് അയച്ചിരിക്കുകയാണ്. ആ കത്തിൽ നടപടി ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കത്ത് അയച്ചിരിക്കുന്നത്. അനുജ, ഈ മാസം 24-നാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നത്. ഇവർ റെഡ് ഫോർട്ടിന്റെ ഭാഗത്തേക്ക് പോയതായിരുന്നു. ഇവരുടെ കയ്യിൽ, ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഐഫോൺ കൈവശം ഉണ്ടായിരുന്നത് കണ്ട് ചില ആളുകൾ അവരുടെ അടുത്തേക്ക് കൂടുകയും ആദ്യഘട്ടത്തിൽ ഇവർക്ക് അവിടെ നിന്ന് ഫോൺ വേണോ എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിദ്യാർത്ഥികൾ അവരെ ഒഴിവാക്കിയിരുന്നു. പക്ഷെ പിന്നാലെ ഈ ഫോൺ ഞങ്ങളുടേതാണെന്നും ഞങ്ങളുടെ പക്കൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ ഈ ഫോൺ മോഷ്ടിച്ചതാണെന്നും ഒരുപറ്റം ആളുകൾ ആരോപിക്കുകയായിരുന്നു. ഇതിൽ സഹായം തേടി അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളിനെ ഈ വിദ്യാർത്ഥികൾ സമീപിച്ചിരുന്നുവെങ്കിലും ആ വ്യാജേന ആ ആളുകൾ പറഞ്ഞ വ്യാജമായിട്ടുള്ള കാര്യമാണ് ആ കോൺസ്റ്റബിൾ വിശ്വസിക്കുകയും ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥിയെ അവിടെ വെച്ച് തന്നെ അവർ മർദ്ദിക്കുകയും ചെയ്തു. പിന്നാലെ ഡൽഹിയിലെത്തിയ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ഇവിടുത്തെ ഡൽഹി പോലീസിനെ സമീപിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ വിദ്യാർത്ഥികളും നിസ്സഹായരായിരുന്നു. അവർ ആ ഘട്ടത്തിൽ അവർ ഡൽഹി പോലീസിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഡൽഹി പോലീസ് ഇവരെ ഏതാണ്ട് 2.5 മണിക്കൂറോളമാണ് പോലീസ് സ്റ്റേഷന്റെ മുറിയിലിട്ട് പൊതിരെ തല്ലിയതെന്നാണ് ആ വിദ്യാർത്ഥികൾ പറയുന്നതിൽ. ആ വിദ്യാർത്ഥികൾ കാണിക്കുന്നുണ്ട് അവരുടെ മുഖത്ത് 17 തവണയാണ് ആ പോലീസുകാരൻ മർദ്ദിച്ചത്, ആഞ്ഞടിച്ചത്. ഒപ്പം തന്നെ ബൂട്ടിട്ട് ചവിട്ടുകയുണ്ടായി, ഒപ്പം തന്നെ വടികൊണ്ട് മർദ്ദിക്കുകയുണ്ടായി. ഹിന്ദി സംസാരിക്കൂ നിങ്ങളെന്നാണ് അവരോട് ആവശ്യപ്പെട്ടത്. അവർ രണ്ടുപേരും മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവർക്ക് അതിൽ ഒരാൾക്ക് ഹിന്ദി ഒരല്പം അറിയാം. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു ഫ്ലുവൻ്റ് ആയിട്ടൊക്കെ സംസാരിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് മലയാളികളാണ്, ഹിന്ദി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ പോലീസുകാരൻ പറഞ്ഞത് ഹിന്ദിയിൽ ചില മോശമായിട്ടുള്ള വാക്കുകൾ ഈ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു നൽകുകയും അത് അടുത്തുള്ള പോലീസുകാരനെ നോക്കി വിളിക്കൂ എന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് പറ്റില്ല എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞപ്പോൾ അവരെ വിവസ്ത്രരാക്കി ഏതാണ്ട് 2.5 മണിക്കൂറാണ് അതിക്രൂരമായി ഈ വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിലിട്ട് പൊതിരെ തല്ലിയത്. ആ വിദ്യാർത്ഥികൾ പറയുന്നു, ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലിട്ട് പൊതിരെ തല്ലി. ഇത് കൂടാതെ പുറത്തു നിന്നുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെയും ഞങ്ങളെ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. വിവസ്ത്രരാക്കി നിലത്തിട്ട് ഞങ്ങളെ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. മുഖത്ത് ബൂട്ടിട്ട് ചവിട്ടി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് ഈ 2 വിദ്യാർത്ഥികളും ഇരയായത്. ഇക്കാര്യത്തിൽ കടുത്ത നടപടി വേണമെന്നാണ് ഇപ്പോൾ ശിവദാസൻ MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർ DCPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആ വിദ്യാർത്ഥികൾ പറയുന്നത്. കാരണം ഇനി ഇങ്ങനെ ഒരു അവസ്ഥ അത് ആർക്കും ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഉടൻ പരാതി നൽകുമെന്ന് ആ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ഇത് നമ്മൾ ഈ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലേക്കൊക്കെ ഉണ്ടാകുന്ന ക്രൂരമായ ചില മർദ്ദനമുറകളുടെ വിവരങ്ങളൊക്കെ പലകുറി പുറത്തു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കൂടി ഇങ്ങനത്തെ വാർത്തകൾ വരികയാണ്. ഇവർ എവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്? അനുജ, രണ്ടുപേരും ഡൽഹിയിലെ സക്കീർ ഹുസൈൻ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളാണ്. ഒരാൾ കാസർഗോഡ് സ്വദേശിയാണ്. ഇവർ രണ്ടുപേരും വൈകുന്നേരങ്ങളിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒഴിവ് ദിവസങ്ങളിലൊക്കെയാണ് അവർ ഡൽഹിയിലെ വിവിധ ഇടങ്ങളൊക്കെ സന്ദർശിക്കാനൊക്കെ ആയി പോകുന്നത്. അങ്ങനെയാണ് ഈ 24-ാം തീയതി 2 വിദ്യാർത്ഥികളും റെഡ് ഫോർട്ടിലേക്കൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. ഈ സമയമാണ് ഒരു സംഘം ആളുകൾ, നമ്മൾ ഡൽഹി നഗരങ്ങളിലേക്കൊക്കെ വരുമ്പോൾ, ഈ തെരുവോരങ്ങളിലേക്ക് വരുമ്പോൾ ചില ആളുകൾ നമുക്ക് അടുത്ത് മൊബൈൽ ഫോണുകളും ഇയർപോഡുകളും ഒക്കെയായി അവർ വരാറുണ്ട്. ഇത് നിങ്ങൾക്ക്
ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ പകുതി പൈസ തന്നാൽ മതി, ഇതൊക്കെയുള്ള തരത്തിലേക്കുള്ള കച്ചവടങ്ങളൊക്കെ ചില മേഖലകളിലൊക്കെ നടക്കുന്നുണ്ട്. അത്തരത്തേക്ക് കച്ചവടവുമായി സമീപിച്ചതാണ് ഒരുപറ്റം ആളുകൾ. പക്ഷേ ഇവർക്ക് ഭാഷാ പ്രശ്നമുണ്ട്, ഇവർക്ക് ഹിന്ദി അറിയില്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ തന്നെ ഈ ആളുകൾ അങ്ങ് ആരോപിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഫോണാണ്, അത് ഈ വിദ്യാർത്ഥികൾ മോഷ്ടിച്ചതാണെന്ന് പറയുന്നു. എന്നാൽ ഈ വിദ്യാർത്ഥികൾക്ക് പറയുന്നത് എന്താണെന്ന് പോലും കേൾക്കാൻ തയ്യാറാകാതെ നിയമം നടപ്പാക്കേണ്ട പോലീസ് അവരെ 2.5 മണിക്കൂറോളമാണ് ഈ റൂമിൽ കൊണ്ടിട്ട് പൊതിരെ തല്ലിയത്. ഞങ്ങൾക്ക് മലയാളമേ അറിയൂ, അതിൽ ഒരാൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, പക്ഷേ ആ പോലീസുകാരന് ഇംഗ്ലീഷ് അറിയില്ല. അറിയാവുന്ന രീതിയിൽ അവർ ഹിന്ദി പറയുന്നുണ്ട്, പക്ഷേ അത് ഫ്ലുവൻ്റ് അല്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹിന്ദി ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയില്ല? നിങ്ങൾ ഈ വാക്കുകൾ, ഒരു ചില മോശം വാക്കുകളാണ് പറയുന്നത്, ഈ വാക്കുകൾ നിങ്ങൾ അടുത്തുള്ള പോലീസുകാരനെ നോക്കി വിളിക്കുമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് ആ വിദ്യാർത്ഥികൾ നിരസിക്കുന്നു. ഇതിനെതിരെ 2.5 മണിക്കൂറോളമാണ് പോലീസ് സ്റ്റേഷനിലിട്ട് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ 2 മലയാളി വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത്. പോലീസ് സ്റ്റേഷനാണെന്ന് ഒന്നുകൂടി വിനീത തുറന്നു പറഞ്ഞതാണ്. ഇപ്പോഴും ഒരു ഈ റെഡ് ഫോർട്ടിന് സമീപമുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ആ വിദ്യാർത്ഥികൾ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ASI ആണ് ഞങ്ങളെ അതിക്രൂരമായി മർദ്ദിച്ചതെന്ന് പറയുന്നുണ്ട്. ആ ASIയുടെ പേര് സഹിതം ആ വിദ്യാർത്ഥികൾ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ ക്രൂരമായിട്ടുള്ള ആക്രമണം, ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൽ കടുത്ത നടപടി വേണമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. ശരി, DCPക്ക് ഈ വിദ്യാർത്ഥികൾ പരാതി നൽകി. പോലീസിന്റെ മർദ്ദനം, ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം, പോലീസിന്റെ മർദ്ദനം അതിക്രൂരമായാണ് ഉണ്ടായത്. വിവസ്ത്രരാക്കി ബൂട്ടിട്ട് ചവിട്ടി മുഖത്തടിച്ചു. 17 തവണയാണ് മുഖത്തടിച്ചത്. 2 മണിക്കൂറിലേറെ നീണ്ടുനിന്ന അതിക്രൂര പീഡനത്തിന് തങ്ങൾ ഇരയായി എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ 24-നോട് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.